മലയാളി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൻപയർ വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം വൻപയർ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും കണക്കിനാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ വേവിക്കും പോലെ വേവിച്ചാൽ മതി. പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതായത് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു കണക്കിന് വേണം എടുക്കാൻ. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു പോവും. ഇനി ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാൻ. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വൻപയർ ഗ്രേവിയിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ടൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പീസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ലഞ്ച് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.